ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. SP4Techന്റെ പുതിയൊരു വീഡിയോയിലോട്ട്. അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ തുടങ്ങുകയാണ്. അതുകൂടാതെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും കൈനീട്ടം പോലെ ഞാൻ ഒരു ഗീവ് തരുന്നുണ്ട്. ഒരു 5 വിന്നേഴ്സിനാണ് നമ്മൾ ഗീവ് കൊടുക്കുന്നത്. എത്ര രൂപയാണ് കൊടുക്കുന്നത്, എങ്ങനെയാണ് കോൺടെസ്റ്റിൽ ജോയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഗീവയുടെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയുടെ ഇടയിൽ പറയുന്നതായിരിക്കും. സോ വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ മത്സരമായ നമ്മുടെ LST വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് തമ്മിലുള്ള മത്സരത്തിൻ്റെ പ്രിവ്യൂസും പ്രഡിക്ഷൻസുമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. മാച്ച് നമ്പർ 13th ആണ്, 30ാമത്തെ മത്സരമാണ് LST വേഴ്സസ് CSK മത്സരം നടക്കുന്നത് മറ്റെവിടെയല്ല, നമ്മുടെ ഏകദിന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഏപ്രിൽ 14-ാം തീയതി കൃത്യം 7:30-നാണ് കേട്ടോ മത്സരം നടക്കുന്നത്. നമ്മുടെ ലക്നോവിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. ഈ ഗീവിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലാണ് അപ്ഡേറ്റ് ചെയ്യാറുള്ളത്. സോ ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തില്ലെങ്കിൽ ഇതിലോട്ടും കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. കാരണം ഇതിലാണ് നമ്മൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസും ഫൈനൽ ടീംസും ഒക്കെ നമ്മൾ ഇവിടെയാണ് ഷെയർ ചെയ്യാറുള്ളത്. സോ എന്തായാലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ ഏകദിന ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൻ്റെ റെക്കോർഡ്സും കാര്യങ്ങളൊക്കെ നോക്കാം കേട്ടോ. ഈ ഒരു പിച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് ബൗൺസ് കൊടുക്കുന്ന ഒരു ഗ്രൗണ്ടാണ്. സോ ഫാസ്റ്റ് ബോളേഴ്സിന് ഇവിടെ നല്ല ബെനിഫിറ്റ് ഉണ്ടാവാനുള്ള പോസിബിലിറ്റീസ് കൂടുതലാണ്. അതുപോലെ തന്നെ ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് കൂടെയാണ് കേട്ടോ ഈ ഒരു പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ കുറച്ച് ലാർജ് ബൗണ്ടറീസ് ആണ്. സിക്സ് അടിക്കാൻ കുറച്ച് ടഫായിരിക്കും. കൂടുതൽ ബൗൺസ് വന്നു കഴിഞ്ഞാൽ ക്യാച്ച് പോകാനുള്ള പോസിബിലിറ്റീസും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ സ്പിന്നേഴ്സിനും ഇവിടെ നല്ലൊരു അഡ്വാൻറ്റേജ് ഉള്ള ഒരു ഗ്രൗണ്ടാണ്. പിച്ച് സ്ലോ ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ക്യാച്ച് പോകുമെന്ന് അറിയാമല്ലോ. സോ എന്തായാലും സ്പിന്നേഴ്സിനും ഇവിടെ അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓവറോൾ പറയുകയാണെങ്കിൽ എല്ലാ പിച്ചും എന്താ ഇവൻ ഒരേപോലെ പറയണമെന്നായിരിക്കും നിങ്ങൾ മനസ്സിലാക്കുന്നത്. പക്ഷേ എല്ലാ ഗ്രൗണ്ടുകളിലും നടക്കുന്നത് ഏകദേശം ഒരുപോലെയൊക്കെ തന്നെയാണ്. ഇതൊരു ബാറ്റിംഗ് പിച്ചാണോ എന്ന് ചോദിച്ചാൽ അല്ല, ഇതൊരു സപ്പോർട്ടഡ് ആയിട്ടുള്ള പിച്ചാണ്. ബാറ്റിംഗ് ആൻഡ് ബൗളിംഗ് പിച്ചാണ്. പക്ഷെ കൂടുതൽ പോയിന്റ്സ് എടുക്കാൻ വേണ്ടി ഇപ്പം നമ്മൾ ഡ്രീം ഇലവനൊക്കെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഡ്രീം ഇലവനും ഒരു വിക്കറ്റ് 30 പോയിന്റാണ് കിട്ടുന്നത്. അതേസമയം അദ്ദേഹം ഒരു ബാറ്റ്സ്മാൻ വന്ന് 30 പോയിന്റ് എടുക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണം, എത്ര ബോൾ ഔട്ടാവാതെ സിക്സ് അടിക്കണം, ക്യാച്ച് പോകാതെ നോക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഇവിടെ കൂടുതൽ ഇമ്പോർട്ടൻസ് ഇപ്പോൾ നമ്മളെ ഡ്രീം ഇലവൻ ടീം ക്രിയേറ്റ് ചെയ്യാനല്ല, അപ്പോൾ ബോളേഴ്സിന് കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ട് സോ നിങ്ങൾ ആ ഒരു കാര്യം നോട്ട് ചെയ്യണം. അപ്പോൾ ടീം ഇടുന്ന സമയത്ത് ഈക്വലായിട്ട് ബാറ്റിങ്ങിനും ബൗളിങ്ങിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ ടീം ഇടാൻ ശ്രമിക്കുക. ഈ ഒരു ഗ്രൗണ്ടിനെ പറ്റി പറയുമ്പോൾ ടോട്ടൽ 16 മത്സരങ്ങളാണ് നടന്നിട്ടുള്ളത്. 165 റൺസാണ് ആവറേജ് സ്കോർ ഫസ്റ്റ് ഇന്നിങ്സ് ആയിട്ട് പറയുന്നത്. ഫസ്റ്റ് ബാറ്റിംഗ് വിൻ ചെയ്തത് 8 പ്രാവശ്യം, സെക്കൻഡ് ബാറ്റിംഗ് വിൻ ചെയ്തത് 8 പ്രാവശ്യമാണ്. രണ്ടും ഈക്വലാണ്. ദെൻ ബിലോ 150 പ്രാവശ്യം റൺസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 170 വരെ ഏകദേശം 150 to 170 വരെ 3 പ്രാവശ്യം വന്നിട്ടുണ്ട്. 170 to 190 ഏകദേശം 4 പ്രാവശ്യം, 190 എബോവ് 5 പ്രാവശ്യമാണ് വന്നിട്ടുള്ളത്. സോ കൂടുതലും റൺസ് ഹൈ സ്കോറിങ് ആവാനുള്ള ചാൻസസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നമ്മൾ നോക്കുന്ന സമയത്ത് ടോട്ടൽ ഈ നടന്ന 16 മത്സരങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഫാസ്റ്റ് ബോളേഴ്സ് 126 വിക്കറ്റും സ്പിന്നേഴ്സ് 74 വിക്കറ്റുമാണ് എടുത്തിട്ടുള്ളത്. വലിയ വേരിയേഷൻസോ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ കൂടെ ഒരു തൂക്കം മുന്നിൽ ഫാസ്റ്റ് ബോളേഴ്സ് തന്നെയാണ്. സോ ഇനീഷ്യൽ സ്റ്റേജസിൽ ഓവേഴ്സിലൊക്കെ കൂടുതൽ വിക്കറ്റ്സ് കിട്ടുന്നതുകൊണ്ടാണ് ഈ ഒരു ലെവലിലോട്ട് ഫാസ്റ്റ് ബോളേഴ്സിന് കുറച്ചുകൂടെ വിക്കറ്റ് കൂടുതൽ കിട്ടുമെന്ന് പറയുന്നത്. സോ നിങ്ങളൊരു ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സ്പിന്നറും 2 ഫാസ്റ്റ് ബോളർ ആ ഒരു രീതി കോമ്പിനേഷൻ കൊണ്ടുവന്നാൽ കുറച്ചുകൂടെ നന്നായിരിക്കാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെ ചെന്നൈ സൂപ്പർ കിങ്സ് ടീമൊക്കെ നോക്കുന്ന സമയത്ത് ഓൾറൗണ്ടേഴ്സ് ആയിട്ട് കുറേ പേരുണ്ടല്ലോ. സോ അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് തീർച്ചയായിട്ടും നമുക്ക് സ്പിന്നിങ്ങും കിട്ടും, ബാറ്റിങ്ങിലും കിട്ടും. ഡുവൽ അഡ്വാൻറ്റേജുള്ള പ്ലെയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ടീമുകളിൽ നോക്കിക്കഴിഞ്ഞാലും. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. നമ്മൾ ഗീവ് എങ്ങനെ കൊടുക്കണമെന്നല്ലേ, അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇതുവരെ നമ്മുടെ XL11 എന്നുള്ള ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യില്ലെങ്കിൽ തീർച്ചയായിട്ടും കയറി ഡൗൺലോഡ് ചെയ്ത്. എങ്ങനെ ഡൗൺലോഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ടാവും, അതുവഴി നിങ്ങൾക്ക് കയറാം. അല്ലെങ്കിൽ നിങ്ങൾ ടെലിഗ്രാം ഗ്രൂപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മുടെ മെസ്സേജസിൽ നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി ലിങ്ക് ഇട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ലിങ്ക് വഴി കയറി നമ്മുടെ റഫറലായ ഒരു വ്യക്തിക്ക് മാത്രമേ നമ്മളിവിടെ ഗീവ് കൊടുക്കുന്നുള്ളൂ. എനിക്കറിയാൻ പറ്റും നമ്മുടെ റഫറലാണോ അല്ലയോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. സോ നമ്മുടെ റഫറലായിട്ട് ഒരാൾക്ക് മാത്രമേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. കാരണം മെയിനായിട്ട് ഞാൻ പറഞ്ഞത്, ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഇതുവരെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ചെയ്യാൻ പറ്റുന്ന ആപ്ലിക്കേഷനാണ്. കഴിഞ്ഞ ദിവസം ഒരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ നടത്തിയിട്ട് ഒരു 300 രൂപയ്ക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് ഏകദേശം 578 രൂപ 600 രൂപയുടെ അടുത്ത് എങ്ങാണ്ട് കിട്ടി. ഭയങ്കര സിമ്പിളായിട്ട് ലാസ്റ്റ് ടൈം മിനി GL ഒക്കെ കളിച്ചത്. പക്ഷേ മിനി GL സ്പോട്ട് ഫില്ലാവാതെ കൂടെ എനിക്ക് ഈ ഒരു എമൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടിയത്. ഇപ്പോൾ 10 സ്പോട്ടിൻ്റെയാണ്, പക്ഷേ അതിൽ ഒരാളെ കയറിയുള്ളൂ. അതുകൊണ്ട് എനിക്ക് എന്താ കിട്ടിയത് 184 രൂപ കിട്ടുള്ളൂ. 10 പേര് കയറി 1000 രൂപ കിട്ടിയിട്ടുണ്ട്. അത് കയറാത്തതുകൊണ്ടാണ്. സോ നല്ല രീതിക്ക് നമുക്ക് കോമ്പറ്റീഷൻ കുറവാണ് മറ്റുള്ള ആപ്ലിക്കേഷനെ കാട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇതിലാണ് നമ്മൾ ഗീവ് കൊടുക്കുന്നത്. ഇതെങ്ങനെ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു നമ്മുടെ ലിങ്ക് വഴി കയറി ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മാച്ച് കാണാൻ പറ്റും.
നമ്മുടെ ലക്നോ വേഴ്സസ് ചെന്നൈ സൂപ്പർ കിങ്സ് തമ്മിലുള്ള മത്സരം കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു കോഡ് ഉണ്ടാവും, ഈ ഒരു കോൺടെസ്റ്റ് ജോയിൻ ചെയ്യാനുള്ള ഒരു കോഡ് ഉണ്ടാവും. നിങ്ങൾ 0 rupees കൊടുത്താൽ നിങ്ങൾ പൈസയൊന്നും ഇറക്കേണ്ട ആവശ്യമില്ല. ഇവിടെ പ്രൈവറ്റ് കോൺടെസ്റ്റിന് ഏറ്റവും ടോപ്പിൽ കാണാൻ പറ്റുന്നുണ്ട്, കണ്ടില്ലേ? അതിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ കോഡ് എന്നുണ്ടാവും. സോ ആ കോഡ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ അത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു കോൺടെസ്റ്റ് ജോയിൻ ചെയ്യാൻ പറ്റും. ഏകദേശം 500 പേർക്കാണ് ഇവിടെ സ്പോട്ട് ഉള്ളത്. ഇതിൽ 5 വിന്നേഴ്സിനാണ്. ഒരു വിന്നറിന് നമ്മൾ ഏകദേശം 101 രൂപ വെച്ച് 5 പേർക്ക് കൊടുക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് 5 വിന്നേഴ്സിനെയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ മാത്രമേ കയറിയുള്ളൂ, കാരണം ഈ ലിങ്കും കാര്യങ്ങളൊന്നും ഷെയർ ചെയ്തില്ല. വീഡിയോ ഔട്ടായതിന് ശേഷം മാത്രമേ ഈ ലിങ്ക്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഷെയർ ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ഗിവ് വേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. മിനിമം ഒരു 100 പേരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഈ ക്യാഷ് കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഇല്ലാതെ കൊടുത്തിട്ട് കാര്യമില്ല. മിനിമം ഒരു 100 പേര് എന്തായാലും കയറുന്ന തന്നെ പ്രതീക്ഷിക്കാം. 100 പേരൊക്കെ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതൽ. 5 പേർക്ക് കൊടുക്കുന്നത്, 1 2 അല്ല, 5 പേർക്ക് 101 രൂപ വെച്ചിട്ട് ഞാൻ കൊടുക്കുന്നത്. ഇത് എൻ്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് കൊടുക്കുക, അല്ലാതെ ഏത് ആപ്പുകാരും തന്നിട്ടല്ല. ഈ ഒരു ആപ്ലിക്കേഷൻ നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കൂടുതലും ഈ ഒരു ആപ്പിൽ തന്നെ നമ്മൾ ആ ഒരു ഗീവ്, വേറെ ആപ്ലിക്കേഷനിൽ ആപ്പ് നമുക്ക് കൊടുക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിൽ തന്നെ നമ്മൾ കൊടുക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് ആയതുകൊണ്ട് അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി നിങ്ങളൊന്ന് കളിച്ചൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി കൂടെയാണ്. നമ്മുടെ ആൻഡ്രോയിഡ് ആണെങ്കിൽ iOS-ലൊക്കെ ഉണ്ട്. മെയിനായിട്ട് ഒരേ ഒരു റൂളേ ഉള്ളൂ, നമ്മുടെ റെഫറലായിരിക്കണം. പിന്നെ എന്താ 100 പേര് കയറിയാലേ കൊടുക്കുള്ളൂ എന്നുണ്ട്. പക്ഷേ എന്നാലും ഞാൻ കൊടുക്കാം. എന്തായാലും നമ്മൾ പറഞ്ഞിട്ട് ബാക്കി ഇതെല്ലാം നല്ലൊരു 100 പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഇതുള്ളൂ, ഇത്രയേ ഉള്ളൂ. നമ്മൾ എത്ര പേര് കയറിയാലും കൊടുക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ ലിങ്ക് വഴി കയറി നമ്മുടെ റെഫറലായിരിക്കണം, അത്രയേ ഉള്ളൂ. ഒരേ ഒരു കണ്ടീഷൻ. ഇതിന് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റിൽ കൊടുക്കുക, അതുപോലെ തന്നെ കമൻറ്റ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതുപോലെ തന്നെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്നതിന് എല്ലാം കിട്ടും. ടെലിഗ്രാം ഗ്രൂപ്പിൽ നമ്മുടെ ഈ SP4 Tech ഒഫീഷ്യലിൽ വന്നതിന് എല്ലാം കിട്ടും. അപ്പോൾ ഇന്നത്തെ മാച്ചിൽ നമ്മൾ ചുമ്മാ ഒരു ഗീവേ കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 300 രൂപയോളം ഒരു അഡ്വാൻസ് ഇഷ്യൂ ഗീവേ പോലെ നമ്മൾ കൊടുക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. സോ അതിലെങ്ങനെ കയറണം എന്നൊക്കെ നമ്മൾ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ വന്ന് തന്നെ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് 2-3 ആപ്ലിക്കേഷൻസ് കൂടെ പരിചയപ്പെടുത്താനുണ്ട്. നമ്മുടെ ഡ്രീം11 പോലെ തന്നെ നല്ല കിഡിലനായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ് കുബേര ഫാൻറ്റസി. ഇതിലെന്താണുള്ളതെന്ന് വെച്ചാൽ ഡ്യൂ ഓപ്ഷൻ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പ്ലേയേഴ്സിൽ ഒരാളെ ചൂസ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. നമ്മളെ ക്യാപ്റ്റനോ VC ഒന്നും ഇടാതെ നമുക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ ഓപ്ഷനാണ് നമ്മുടെ ഈ ഒരു ഡ്യൂ എന്ന് പറയുന്നത്. സോ ഇതെന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം, കാരണം അത്രയ്ക്കും എനിക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റിയൊരു ആപ്പ് ഇത് തന്നെയാണ്. നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന നല്ല രീതിയിൽ പറ്റും. ഇപ്പോൾ ഇതിൽ 5 പേരുണ്ട്. ഫാഫ് ഡുപ്ലിസി ആണോ, സൂര്യകുമാറാണോ, റിക്കിൾട്ടൺ ആണോ, രാഹുലാണോ, തിലക് വർമ്മയാണോ, ആരെ കൂടുതൽ റൺസ് എടുക്കാമെന്നാണ്. ഇപ്പം നിങ്ങൾക്ക് ആരാ തോന്നുന്നത്? നിങ്ങൾക്ക് ഇപ്പോൾ റിക്കിൾട്ടൺ ആണോ തോന്നുന്നുണ്ടോ? എന്നാൽ റിക്കിൾട്ടനെ പിടിച്ചോ, അല്ലെങ്കിൽ ഡുപ്ലിസി ആണോ തോന്നുന്നതോ? ഡുപ്ലിസി ആയിട്ട് ഞാൻ മുന്നോട്ട് ഇത്രേ ഉള്ളൂ. ഈസി ആയിട്ട് നമുക്ക് നമ്മുടെ ഓപ്പോണൻറ്റിനെ കണ്ടുകൊണ്ട് ഇപ്പോൾ 32 രൂപയുടെ ഒരു കോൺടെസ്റ്റ്, ഫസ്റ്റ് 80,000 രൂപ. നമുക്കിപ്പോൾ ഡുപ്ലിസിയാണ് വേണ്ടത്. ഇവിടെ ഓപ്പോസിറ്റ് റിക്കിൾട്ടനും KL രാഹുലുമാണ്. അപ്പോൾ നമുക്ക് ഡുപ്ലിസി ആയിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈസി ആയിട്ട് പിന്നെ പറ്റും. അങ്ങനെ സിമ്പിളായിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ഡ്യുവോ എന്ന് പറയുന്നത്. പിന്നെ ഈ ഡ്യുവോ പ്രോ ഉണ്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 5 പ്ലെയേഴ്സ് ഉണ്ടാവും, 2 സെറ്റായിട്ടായിരിക്കും. ഇപ്പോൾ ഞാൻ ജസ്റ്റ് സിമ്പിളായിട്ട് കാണിച്ചു തരുകയാണെങ്കിൽ ഇവിടെ ഒരു സെറ്റ് ഇതിലിപ്പോൾ നമുക്ക് ഇവിടെ ആരാ നന്നായി കളിക്കാൻ ചാൻസ് ഉള്ളത്? ഇപ്പോൾ നമുക്ക് ഡുപ്ലിസി ആണെങ്കിൽ ഡുപ്ലിസി എടുത്തു. അതുപോലെ തന്നെ ഇവിടെ ബൗളിങ്ങിൽ ആരാ നന്നായി വിക്കറ്റ് എടുക്കാൻ ചാൻസ് ഉള്ളത്? ബോൾട്ടാണോ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റാർക്കാണ്? ആരാണെന്ന് ആരെടുത്തു അവരെടുത്തു ജോയിൻ ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ ഈസി ആയിട്ട് ക്യാഷ് ചെയ്യാൻ പറ്റുന്ന കിഡിലൻ ഓപ്ഷനാണ് ഡ്യുവോ പ്രോ എന്നൊക്കെ ഉള്ളത്. സോ ഞാൻ ഓപ്പൺലി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യുന്ന ഒരു ആപ്പ് തന്നെയാണ്. കാരണം ലാസ്റ്റ് മത്സരമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ എനിക്കിവിടെ പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. സോ നിങ്ങൾ ട്രൈ ചെയ്ത് 1760 രൂപയാണ് എൻ്റെ പ്രോഫിറ്റ് എന്ന്. ഏകദേശം പ്രോഫിറ്റ് മാത്രം ആ ഒരു ലെവൽ എന്തായാലും ഒരു 1000 രൂപയുടെ എബോ എന്തായാലും വരും. കാരണം ഞാൻ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറുള്ളൂ. 99, 80 അങ്ങനെയൊക്കെ 100 രൂപയുടെ മുകളിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറില്ല. സോ അങ്ങനത്തെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടെ എനിക്ക് നല്ല പ്രോഫിറ്റ് കിട്ടാറുണ്ട്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ചോയ്സ് 11 ആണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ആപ്ലിക്കേഷനാണ്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡ്യൂ ഓപ്ഷൻ ഇല്ല, അതുപോലെ ഇവിടെ കോപ്പ് ഓപ്ഷനും ഉണ്ട്. ഈ കോപ്പ് എന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ 5 പ്ലേയേഴ്സിന് ഒരാളെ ചൂസ് ചെയ്ത് ക്യാഷ് ഏൺ ചെയ്യുന്ന പരിപാടി തന്നെയാണ്. ഇതുണ്ടില്ല, ഞാൻ ഇന്നലെ ചുമ്മാ ഇൻവെസ്റ്റ് ചെയ്തത്. അതിൽ 205 രൂപ ഇട്ട് എനിക്ക് 500 രൂപ ഇട്ട്. അങ്ങനെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റുന്ന ആപ്പ് തന്നെയാണ് ഇത്. അതുപോലെ തന്നെ നമ്മുടെ സ്പോർട്ടസി ആണെങ്കിലും സെയിം സംഭവം തന്നെയാണ്. ഇങ്ങനെ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഈ പോപ്പ് ഓപ്ഷൻ ഇവിടെയുണ്ട്. ഒരാളെ പിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കളിക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ മറ്റ് ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ നമ്മുടെ XL11 നല്ലൊരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ XL11 മൈ മാസ്റ്റർ 11 ഇതും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ്. കാരണം റീസെൻ്റ് നടന്ന മത്സരങ്ങളിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല പ്രോഫിറ്റ് ആക്കിയിട്ട് ഇന്നലെ 138 രൂപ ഇട്ടു, വിൻ ചെയ്ത 383 രൂപ പ്രോഫിറ്റാണ്. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റിൽ നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലനായിട്ടുള്ള ആപ്ലിക്കേഷൻ തന്നെയാണ്. സോ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ചെറിയ നിങ്ങളെ ഒരു കോമൺ ടീമാണെങ്കിൽ കൂടെ ഈസി ആയിട്ട് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ ഫോക്കസ് 11 ആണെങ്കിലും നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന ആപ്പ് തന്നെയാണ്. ഞാൻ ഇതിലൊക്കെ കളിക്കാറുണ്ട്. ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താറുള്ളൂ. പക്ഷേ എന്നാൽ കൂടെ ഇപ്പോൾ 2 എണ്ണം ഞാൻ വിന്നാവാത്തുള്ളൂ. ബാക്കിയൊക്കെ
വിന്നാവുന്ന അത്യാവശ്യം നല്ല പ്രോഫിറ്റാണ് എനിക്ക് ഇതിന്നും കിട്ടാറുള്ളത്. സോ ഇത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ വിഷൻ 11 ആണെങ്കിലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ലൊരു യൂസർ ഇൻ്റർഫേസ് ഒക്കെ തരുന്ന ആപ്ലിക്കേഷനാണ്. ഞാൻ ഇതിൽ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. 300 രൂപ ഇട്ടിട്ടുണ്ട്. 921 621 രൂപ വിന്നിങ് സോണിൽ തന്നെയാണ് കിടക്കുന്നത്. കണ്ടില്ലേ, അത്യാവശ്യം നല്ല രീതിയിൽ ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റുന്ന കിടിലനായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഈ ഒരു വിഷൻ 11 എന്ന് പറയുന്നത്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ട് നമ്മുടെ ഗീവേയിൽ മസ്റ്റ് ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ബാക്ക് ടു പ്രിവ്യൂലോട്ട് വരാം. അപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഈ ഒരു ടീമിൽ കളിക്കാൻ പോകുന്ന 11 പ്ലെയേഴ്സിനെ പറ്റിയാണ്. ആദ്യം തന്നെ നമുക്ക് LST നോക്കാം. മാർക്കം, മിച്ചൽ മാഷ്, അതുപോലെ തന്നെ നമ്മുടെ നിക്കോളസ് പുറൻ, ഋഷഭ് പന്ത്, ഡേവിഡ് മില്ലർ, ആയുഷ് ബദോനി, അബ്ദുൽ സമാദ്, ഷർദുൽ താക്കൂർ, ആകാശ് ദീപ്, ദിവേഷ് റാത്തി, അതുപോലെ തന്നെ ആവേശ് ഖാൻ, രവി വിഷ്ണു, ഇത്രയും പേരെ വരാൻ ചാൻസ് ഉള്ളത്. കീ പ്ലെയേഴ്സ് ആയിട്ട് പറയുകയാണെങ്കിൽ മാർക്കം സ്ട്രോങ് ആണ്. 3 50s എടുത്തിട്ട് ലാസ്റ്റ് 5 ഇന്നിങ്സിൽ അദ്ദേഹം, അതുപോലെ തന്നെ 124 റൺസും 1 വിക്കറ്റുമാണ് അഗേൻസ്റ്റ് CSK ആയിട്ട് 5 മത്സരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ റെക്കോർഡ് എന്ന് പറയുന്നത്. മിച്ചൽ മാർഷ് ആണെങ്കിൽ കറൻ്റ് നല്ല ഫോമാണ്. അഗേൻസ്റ്റ് CSK ആയിട്ട് 5 മത്സരം കളിച്ച് 6 വിക്കറ്റും 285 റൺസും അദ്ദേഹം ടോട്ടലി എടുത്തിട്ടുണ്ട്. പിന്നെ നിക്കോളസ് പൂറനാണ്. അദ്ദേഹത്തെ പറ്റി പറയുന്ന സമയത്ത് 17 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ട് 334 റൺസ് എടുത്തിട്ടുണ്ട്. അഗേൻസ്റ്റ് CSK ആയിട്ട് 249 റൺസ് എടുത്തിട്ടുണ്ട് 10 മാച്ച് കളിച്ചിട്ട്. അതുപോലെ തന്നെ ഋഷഭ് പന്ത് ആണെങ്കിൽ റീസെൻ്റ് ആയിട്ട് ഭയങ്കര ഫോം ഔട്ടാണ്. പക്ഷേ എന്നാലും അഗേൻസ്റ്റ് CSK ആയിട്ട് 11 ഇന്നിങ്സ് അദ്ദേഹം കളിച്ച് 375 റൺസ് അദ്ദേഹം സ്കോർ ചെയ്തിട്ടുണ്ട്. ആയുഷ് ബദോനി നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ഈ ഒരു വെന്യൂവിൽ 285 റൺസ് അദ്ദേഹം എടുത്തിട്ടുണ്ട്. അഗേൻസ്റ്റ് CSK ആയിട്ട് 3 ഇന്നിങ്സ് കളിച്ച് 101 റൺസാണ് നേടിയിട്ടുള്ളത്. ഡേവിഡ് മില്ലർ ഭയങ്കര പ്യുവർ ഫോമാണ്. അതുപോലെ തന്നെ അഗേൻസ്റ്റ് CSK ആയിട്ട് 16 ഇന്നിങ്സ് കളിച്ച് 405 റൺസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അതിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് സ്കോർ എന്ന് പറഞ്ഞാൽ 94 അഗേൻസ്റ്റ് CSK ആയിട്ട്. അബ്ദുൽ സമാദിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് ഫോം ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. 3 ഇന്നിങ്സ് അഗേൻസ്റ്റ് CSK ആയിട്ട് കളിച്ച് 1 വിക്കറ്റ് 45 റൺസാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. ഷർദുൽ താക്കൂർ ആണെങ്കിൽ ലാസ്റ്റ് 3 ഗെയിംസിൽ 3 വിക്കറ്റാണ് എടുത്തുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു വെന്യൂവിൽ അതുപോലെ തന്നെ 2 ഇന്നിങ്സ് അഗേൻസ്റ്റ് CSK ആയിട്ട് കളിച്ചിട്ട് 1 വിക്കറ്റും അദ്ദേഹം നേടിയിട്ടുണ്ട്. ആവേശ് ഖാനാണ് അടുത്തായിട്ടുള്ള പ്ലെയർ. അദ്ദേഹമാണെങ്കിൽ 7 മത്സരം ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ട് അദ്ദേഹം 5 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അഗേൻസ്റ്റ് CSK ആയിട്ട് 9 മത്സരം കളിച്ചിട്ട് 7 വിക്കറ്റുമാണ് നേടിയിട്ടുള്ളത്. ആയുഷ് ബദോനി രവി ബിഷ്ണോയാണ്. അദ്ദേഹം 17 ഇന്നിങ്സ് ഇവിടെ കളിച്ച് 17 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അഗേൻസ്റ്റ് CSK ആയിട്ട് നോക്കുകയാണെങ്കിൽ 7 ഇന്നിങ്സ് കളിച്ച് 7 വിക്കറ്റ് മാത്രമേ നേടിയിട്ടുള്ളൂ. ആകാശ് ദീപ് 2 ഇന്നിങ്സ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ചിട്ട് 2 വിക്കറ്റ് നേടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ അഗേൻസ്റ്റ് CSK ആയിട്ട് വിക്കറ്റ്സ് ഒന്നും എടുത്തില്ല. ദിവേഷ് റാത്തി ഈ ഒരു എല്ലാ മത്സരങ്ങളും വിക്കറ്റ് എടുക്കുന്ന ഒരു പ്ലെയറാണ്. 3 മത്സരം ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് 4 വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇനി പറയാൻ CSK പ്ലെയേഴ്സിനെ പറ്റിയാണ്. രച്ചിൻ രവീന്ദ്ര, ഡിവോൺ കോൺവേ, വിജയ് ശങ്കർ, രാഹുൽ ത്രിപാഠി, ശിവാൻ ദുബെ, രവീന്ദ്ര ജഡേജ, MS ധോണി, അതുപോലെ തന്നെ രവി അശ്വിൻ, അതുപോലെ നമ്മുടെ കംബോജ്, അതുപോലെ നൂർ അഹമ്മദ്, ഖലീൽ അഹമ്മദ്, മദീഷ പതിനാണ്. ഇത്രയും പേരാണുള്ളത്. കീ പ്ലെയേഴ്സും കീ ഹൈലൈറ്റ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ രച്ചിൻ രവീന്ദ്ര അഗേൻസ്റ്റ് CSK ആയിട്ട് 1 മത്സരം കളിച്ച് 0 റൺസ് എടുത്തുള്ളൂ. കുറച്ച് ഫോം ഔട്ടാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഡിവോൺ കോൺവേ ആണെങ്കിലും അഗേൻസ്റ്റ് LSK ആയിട്ട് 47 മത്സരം മാത്രമേ എടുത്തുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വെന്യൂവിലൊന്നും കാര്യമായിട്ട് റെക്കോർഡ്സ് ഒന്നുമില്ല. അതുപോലെ തന്നെ രാഹുൽ ത്രിപാഠി അഗേൻസ്റ്റ് 3 ഇന്നിങ്സ് കളിച്ച് 98 റൺസാണ് ടോട്ടലി ഈ ഒരു ഗ്രൗണ്ടിൽ എടുത്തുള്ളത്. അഗേൻസ്റ്റ് ആയിട്ട് 1 മത്സരം കളിച്ച് 34 റൺസാണ് അഗേൻസ്റ്റ് LSK ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ റെക്കോർഡ്. വിജയ് ശങ്കർ ഓൾറൗണ്ടറാണ്. 31 റൺസ് എടുത്തിട്ട് 3 ഇന്നിങ്സ് LSK അഗേൻസ്റ്റ് കളിച്ചിട്ട്. അതുപോലെ തന്നെ റീസെൻ്റ്ലി 3 വിക്കറ്റ്സ് പിക്ക് ചെയ്ത ഒരു പ്ലെയർ കൂടിയാണ്. അതുപോലെ തന്നെ ശിവാൻ ദുബെ കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്കോർ ചെയ്യുന്ന ഒരു പ്ലെയറാണ്. ലാസ്റ്റ് 4 മത്സരം കളിച്ച് 145 റൺസ് എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ 66 അദ്ദേഹത്തിൻ്റെ ഹയസ്റ്റ് സ്കോർ എന്ന് പറയുന്നത്. രവീന്ദ്ര ജഡേജ 1 വിക്കറ്റും 93 റൺസുമാണ് ഈ ഒരു 5 ഇന്നിങ്സിൽ അദ്ദേഹം ഈ ഒരു വർഷം എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അഗേൻസ്റ്റ് LSK ആയിട്ട് വലിയ റെക്കോർഡ്സ് കാര്യങ്ങളൊന്നുമില്ല. MS ധോണി ആണെങ്കിൽ 60 റൺസ് എടുത്തിട്ട് 4 ഇന്നിങ്സ് ലാസ്റ്റ് മത്സരത്തിൽ. അഗേൻസ്റ്റ് LSK ആയിട്ട് 28 റണ്ണാണ് ഈ ഒരു വെന്യൂവിൽ ഒരു പ്രാവശ്യം കളിച്ചിട്ടുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ രവി ബിഷ്ണു 5 വിക്കറ്റ് എടുത്തിട്ടുണ്ട് 5 ഇന്നിങ്സിൽ. ലാസ്റ്റ് കളിച്ച രവി അശ്വിൻ 5 വിക്കറ്റ് എടുത്തിട്ട് ലാസ്റ്റ് കളിച്ച 5 മത്സരത്തിൽ. അതുപോലെ തന്നെ കംബോജ് അദ്ദേഹത്തെ പറ്റി പറയുമ്പോൾ ലാസ്റ്റ് 5 ഗെയിമിൽ 13 വിക്കറ്റ്സാണ് നേടിയിട്ടുള്ളത്. അതുപോലെ തന്നെ നൂർ അഹമ്മദ് ആണെങ്കിലും ഒരു പ്രോമിസസ് പിന്നെ ലാസ്റ്റ് 3 മത്സരം 3 വിക്കറ്റ് അദ്ദേഹം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഗേൻസ്റ്റ് LSK ആയിട്ട് 2 വിക്കറ്റ് ഈ ഒരു വെന്യൂവിൽ അദ്ദേഹം എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഖലീൽ അഹമ്മദ് ആണെങ്കിൽ ലാസ്റ്റ് 3 മത്സരം കളിച്ച് 5 വിക്കറ്റാണ് നേടിയിട്ടുള്ളത്. അഗേൻസ്റ്റ് LSK ആയിട്ട് 4 വിക്കറ്റ് ഈ ഒരു ഗ്രൗണ്ടിൽ അദ്ദേഹം എടുത്തിട്ടുണ്ട്. മദീഷ പതിനാന് നമ്മുടെ CSKയുടെ ഡെത്ത് ഓവർ വെപ്പണാണ്. ലാസ്റ്റ് 2 ഇന്നിങ്സ് കളിച്ച് 5 വിക്കറ്റ് നേടിയിട്ടുണ്ട്. അഗേൻസ്റ്റ് LSK ആയിട്ട് 3 വിക്കറ്റാണ് ഈ ഒരു ഗ്രൗണ്ടിൽ കളിച്ച് അദ്ദേഹം നേടിയിട്ടുള്ളത്. ഹെഡ് ടു ഹെഡ് റെക്കോർഡ്സ് നോക്കുമ്പോൾ ഇതുവരെ നമ്മുടെ LST CSK തമ്മിൽ 5 മത്സരം ഏറ്റുമുട്ടിയിട്ടുണ്ട്. 3 LSTയും 1 CSK ആണ് വിൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഫൈനൽ ടീം ക്രിയേറ്റ് ചെയ്യുന്നത് നമ്മുടെ HLN യൂസ് ചെയ്തിട്ട് തന്നെയാണ്. സോ HLN ഡൗൺലോഡ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗീവേ ഇതിലാണ് കൊടുക്കുന്നത്, ഡൗൺലോഡ് ചെയ്യുക. അപ്പോൾ എങ്ങനെ കാര്യങ്ങളെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മാച്ച് എടുത്തതിന് LST vs CSK നമ്മൾ ഈ ടീമൊക്കെ ഇടാനായിട്ട് വളരെ സിമ്പിളാണ്. നിങ്ങൾ ഈ വിചാരിക്കുന്ന പോലെ അത്ര കോംപ്ലിക്കേറ്റഡോ യൂസർ ഇൻ്റർഫേസ് വളരെ കുറവാണ്, മോശം അങ്ങനെയൊന്നുമല്ല. ഇത് നമ്മൾ ആപ്പ് സ്റ്റോറിലുണ്ട്, നമ്മുടെ പ്ലേ സ്റ്റോറിലുണ്ട്, എല്ലാത്തിലും ഉണ്ട്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ നിക്കോളസ് പൂറൻ, അതുപോലെ തന്നെ നമ്മുടെ ഡിവോൺ കോൺവേ 2 പേരെ നമ്മൾ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ
രച്ചിൻ രവീന്ദ്ര, അതുപോലെ തന്നെ ശിബാൻ ദൂബെ നല്ലൊരു പ്ലെയറാണ്. ഇപ്പോൾ ഗെയ്ക്വാഡ് ഇല്ലാത്തതുകൊണ്ട് നല്ലൊരു പ്ലെയർ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ആദ്യം മാർക്കം റീസെൻ്റ് ആയിട്ട് നല്ല ഫോമിൽ തന്നെയാണ്. രവീന്ദ്ര ജഡേജ, അതുപോലെ തന്നെ രവിചന്ദ്ര അശ്വിൻ നിങ്ങളുടെ ഓപ്ഷനാണ്. നൂർ അഹമ്മദിനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പതിരാന മസ്റ്റായിട്ട് പിക്ക് ചെയ്യുക. പതിരാന ഓക്കെ, അദ്ദേഹം ലാസ്റ്റ് മത്സരം കളിച്ചിട്ട്, പക്ഷേ എന്നാലും അടുത്ത മത്സരം കളിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഖലീൽ അഹമ്മദിനെ നമ്മുടെ ടീമിലോട്ട് കൊണ്ടുവരാം. അതുപോലെ തന്നെ ദിഗ്വേഷ് റാത്തി റീസെൻ്റ് ആയിട്ട് എല്ലാ മത്സരങ്ങളും വിക്കറ്റ് എടുക്കുന്ന പ്ലെയറാണ്. അതുപോലെ തന്നെ താക്കൂറിനെയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. സോ നമ്മൾ കൂടുതൽ ഈ ഒരു മാച്ച് എന്ന് പറഞ്ഞാൽ കുറച്ച് ബൗളിങ്ങിന് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ആ ഒരു രീതിക്ക് തന്നെ ആയിരിക്കും കൂടുതലും ഈ ഒരു മാച്ച് നടക്കാൻ പോകുന്നത്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ബൗളിങ്ങിൽ നിന്ന് ഒരാളെ മാറ്റാം. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഖലീൽ അഹമ്മദിനെ ജസ്റ്റ് അൺപിക്ക് ചെയ്തിട്ട് മെയിനായിട്ട് ഒരു ബാറ്റിങ്ങിൽ ഒരാളെ കൊണ്ടുവന്ന് ഇടുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഇപ്പോൾ നമുക്ക് ആയുഷ് ബദോനെ കൊണ്ടുവരും. നല്ലൊരു റെക്കോർഡ്സുള്ള പ്ലെയറാണ് അഗേൻസ്റ്റ് സി എസ് ആയിട്ട് ഈ ഒരു ഗ്രൗണ്ടിലൊക്കെ. അപ്പോൾ ക്യാപ്റ്റൻ വി സി കൊടുക്കുന്നത് എല്ലാവരും നിക്കോളസ് പൂർണ്ണമാണ് കൊടുക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ റീസെൻ്റ് ആയിട്ടുള്ള മികച്ച ഫോം തന്നെയാണ്. ലാസ്റ്റ് മത്സരങ്ങളൊക്കെ 102, 136 അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ പോയിന്റ് ലെവൽ എന്ന് പറയുന്നത്. സോ അദ്ദേഹത്തിന് ഞാൻ ക്യാപ്റ്റനും വി സിയും കൊടുക്കാനായിട്ട് പ്രിഫർ ചെയ്യത്തില്ല, ഇന്നത്തെ മത്സരം മാത്രം. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്റ്റൻസി നിങ്ങൾക്ക് ശിബാൻ ദൂബയെ കൊടുക്കാം. ഓക്കെ, നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. അതുപോലെ തന്നെ ആദ്യം മാർക്കവും നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, ജസ്റ്റ് ഒരു പ്രിവ്യൂ ടീം നമ്മളിവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഫൈനൽ ടീംസ് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിലേ ഇടുള്ളൂ. ടീം നമുക്കൊന്ന് നോക്കാം, നമ്മളിട്ട് ക്രിയേറ്റ് ചെയ്ത ടീം ഒന്ന് നോക്കാം. ഓക്കെ, നമ്മുടെ കോൺവേ, നിക്കോളസ് പൂറൻ, രച്ചിൻ രവീന്ദ്ര, ശിവാൻ ദൂബെ, ആയുഷ് ബദോനി, രവീന്ദ്ര ജഡേജ, മാർക്കം, ഷർദുൽ താക്കൂർ, മദീഷ പതിരാന, നൂർ അഹമ്മദ്, ദിഗ്വേഷ് റാത്തി, ഇത്രയും പേരെ നമ്മുടെ ടീമിൽ. ജസ്റ്റ് ഒരു പ്രിവ്യൂ വീഡിയോ ആണ്. സോ നമ്മുടെ ഗീവേയിൽ മാച്ചിൽ നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. എങ്ങനെ എന്തെന്നൊക്കെ നമ്മൾ ജസ്റ്റ് ഒരു ഷോർട്സ് പോലെ ഒരു വീഡിയോ ആയിട്ട് കൂടെ നമ്മുടെ ചാനലിൽ ഇടുന്നതായിരിക്കും. സോ എന്തായാലും ആ വീഡിയോ കൂടെ കാണാം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ കമൻറ്റിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ കൊടുക്കാം കേട്ടോ. എന്തായാലും നിങ്ങളൊന്ന് ആ വീഡിയോ കൂടെ ഒന്ന് കണ്ടു നോക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക്, അടുത്ത വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ.